ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മാഡ് മൈൻഡ്സ്. ഡിയാസ് ഇറായി മൂവി. ഈ മൂവി മോനെ ഒരു പ്രോപ്പർ ഹൊറർ ഫിലിമാണ്. ഒരു പ്രോപ്പർ ഹൊറർ ഫിലിം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ നോ കോമഡി സീൻസ്, നോ സോങ്സ്, നോ അൺനെസസറി സീൻസ്, ജസ്റ്റ് പ്യുവർ ഹൊറർ, പ്യുവർ ടെൻഷൻ, ദാറ്റ്സ് ഓൾ. പിന്നെ ഈ മൂവിന്റെ ഡയറക്ടറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിന് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം. രാഹുൽ സദാശിവനാണ് ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. രാഹുൽ സദാശിവനെ എല്ലാവർക്കും അറിയാം, ബ്രഹ്മയോഗത്തിന്റെ ഡയറക്ടറാണ്. പിന്നെ ഭൂതകാലം, റെഡ് റൈൻ, ഈ മൂവീസ് എല്ലാം നോക്കിയാൽ തന്നെ അറിയാം ഒരു ഹൊറർ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളി മിടുക്കനാണ്. പുള്ളി ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറാണ് ഇങ്ങനത്തെ മൂവീസ് ക്രിയേറ്റ് ചെയ്യാൻ. ഈ മൂവി ഒരു സോളിഡ് ഹൊറർ ഫിലിമാണ്. പിന്നെ ഈ മൂവിയിലുള്ള മ്യൂസിക്കും ക്യാമറ വർക്ക്സും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ കാസ്റ്റ്. മെയിൻ ഹൈലൈറ്റ് പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സിനിമയും കൂടി ആയിട്ടായിരിക്കും ഇത് മാറുക. മുന്നത്തെ പ്രണവ് മോഹൻലാലിന്റെ സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയ പോലെയാണ് ഈ മൂവി എനിക്ക് തോന്നിയത് പുള്ളിന്റെ പെർഫോമൻസ് വൈസ്. രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിന്റെ ടാലന്റ് പുൾ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത പോലെയാണ് എനിക്ക് ഈ മൂവിയിൽ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസിന്റെ ഹൈലൈറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു സീനുണ്ട്, ഒരു സ്റ്റേ സീനുണ്ട്, ആൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സീനുണ്ട്. അവൻ്റെ മോനെ അത് വേറെ ലെവലായിട്ട് തന്നെ ആൾ കഴിയുന്നില്ല. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് എട്ടി, ജസ്റ്റ് ഷോക്കായി. പ്രണവ് മോഹൻലാൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ആ ലെവലിൽ തോന്നിയ ഒരു സീനായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ആക്ടേഴ്സിലേക്ക് കിടക്കാം. ജിബിൻ ഗോപിനാഥ് വളരെ നന്നായിട്ട് തന്നെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാഴ സിനിമയിലെ ഒരു ഫാദർ ക്യാരക്ടർ ചെയ്ത ആളാണ്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി ആക്ടിങ് വൈസ് വെരി ഗുഡ്. പിന്നെ ജയ കുറുപ്പ്, ഷീസ് ഓൾസോ ഡൺ എ ഗ്രേറ്റ് ജോബ്. പിന്നെ എടുത്തു പറയാനുള്ളത് അരുൺ അജി കുമാറാണ്, പടക്കളം ഫെയിം. വളരെ അടിപൊളി, വളരെ നന്നായിട്ട് തന്നെ മൂവിയിൽ ആളുടെ ആക്ടിങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഡിപ്രസ്ഡ് ഗായ്, ഒരു റെസ്ലെസ് ഗായിന്റെ റോളാണ്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ടിങ് വൈസ് വെരി ഗുഡ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക്നിക്കൽ സൈഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഈസ് മ്യൂസിക്. ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സസ്പെൻസ്ഫുൾ മ്യൂസിക്സ്, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രഫി ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒരു കോംപ്രമൈസ് ഇല്ലാണ്ടാണ് ആ ടീം വർക്ക് ചെയ്തിരിക്കുന്നത് മൂവിയിലും ഒട്ടാകെ. ഓക്കെ, ഇനി മൂവിയിലേക്ക് കിടക്കാം. ഈ മൂവി ഒരു പ്രോപ്പർ ഹൊറർ ഫിലിമാണ്. ഇങ്ങനെയാണ് ഒരു ഹൊറർ ഫിലിം എടുക്കേണ്ടത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ഹൊറർ ഫിലിം എന്ന് പറയുമ്പോൾ കുറച്ച് സോങ്സ് ഉണ്ടാവും, പിന്നെ ഒരു പ്രേതത്തിന്റെ ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അതൊന്നും ഇതിലില്ല, ആ പതിവൊന്നും ഇതിലില്ല. നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സീൻസ് കാണിച്ചിട്ടുണ്ട്. പ്രേതം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാ മൂവീസിലും ഈ പെട്ടെന്ന് പ്രേതം നമ്മുടെ മുഖത്തേക്ക് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ പ്രേതത്തിന്റെ ഫേസ് റിവീൽ ചെയ്യുക, പിന്നെ ഒരുപാട് പ്രാവശ്യം പ്രേതത്തിനെ കാണിച്ച് നമുക്ക് ആ ഫിയർ ഇല്ലാണ്ടാവും. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് പേടി ഉണ്ടാവും, പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഓക്കെ ദിസ് ഈസ് ദാറ്റ്, ഇനിയിപ്പോൾ എന്താ പേടിക്കാനുള്ളത്, അങ്ങനത്തെ ഒരു സീനില്ല. മൂവിന്റെ എൻഡ് വരെയും നമ്മൾ സീറ്റിന്റെ എഡ്ജിൽ തന്നെ ഇരിക്കും. ഇതാരാണെന്നുള്ളൊരു ഫീല് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദ മൂവി. കുറേ സീൻസ് ഉണ്ട് ഈ മൂവിയിൽ, നമുക്ക് സസ്പെൻസ് സീൻസുകൾ കുറേ ഉണ്ട്. അതായത് എന്തോ പേടിക്കാനുള്ളത് വരാനുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ പെട്ടെന്ന് പേടിക്കുന്നത് വരത്തുമില്ല. പക്ഷെ ആ സസ്പെൻസ് നമ്മളെ ത്രൂ ഔട്ട് ദ മൂവി ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സസ്പെൻസ് നമ്മളെ നിരാശപ്പെടുത്തുന്നുമില്ല. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റർവെൽ ബ്ലോക്ക് എവർ ഇൻ ഹൊറർ ഫിലിം. ഇന്റർവെൽ ബ്ലോക്ക് വേറെ ലെവലാണ്. ഇന്റർവെൽ ബ്ലോക്കിന്റെ മുന്നിലുള്ള സീനും അത് കഴിഞ്ഞിട്ട് ഇന്റർവെൽ ബ്ലോക്കിലേക്ക് ലീഡ് ചെയ്യുന്ന സീനും വേറെ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു റിവീല് വേറെ ലെവലായിരുന്നു, ജസ്റ്റ് വേറെ ലെവൽ. ഇനി ഈ മൂവി ഒരു റേറ്റഡ് മൂവിയാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് പോവാതിരിക്കുക, അതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. നല്ല രീതിക്ക് പേടിക്കേണ്ട സീൻസ് ഉണ്ട്, വേറെ അതർ സീൻസും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ കൊണ്ടുപോകാണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയും. പിന്നെ ഈ മൂവിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സിനെ കുറിച്ച് പറയാനില്ല. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്ലൈമാക്സ് പെട്ടെന്ന് തീരുന്ന പോലെ തോന്നി, സ്റ്റോറി പെട്ടെന്ന് എൻഡായോ എന്നൊരു തോന്നി. പക്ഷെ എനിക്കത് തോന്നുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് മൂവിന്റെ ഉള്ളിലേക്ക് പോയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എൻഡായ പോലെ തോന്നി. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു, ഇത് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുള്ള പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പിന്നെ എനിക്ക് ചില പോയിന്റ്സ് ഒന്നും കണക്ട് ആവാത്ത പോലെ തോന്നി. പക്ഷെ അതിന് ഇവരൊരു ടൈലൻഡ് സീന് വെച്ചിട്ടുണ്ട്. ആ ടൈലൻഡ് സീനിൽ ഒരു സീനുണ്ട്, അത് കണ്ടാൽ മേ ബി ഇതൊരു പുതിയ മൂവിയിലേക്കുള്ള ഒരു ലീഡും കൂടി തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് മേ ബി ഇൻ സെക്കൻഡ് പാർട്ട് ദേ വിൽ റിവീൽ ഓൾ തിങ്സ്. സോ ദാറ്റ്സ് ദാറ്റ്. പിന്നെ ഞാൻ ടൈലൻഡ് പറഞ്ഞില്ലേ, ആ ടൈലൻഡ് സീന് ഒരു 30 സെക്കൻഡ് എല്ലാ ആൾക്കാരും അതിന്റെ സീറ്റിൽ ഇങ്ങനെ ഒട്ടി അലിഞ്ഞ് ഇത് എന്താ കാണാൻ പോണേന്നുള്ളത് ഒരു സീന്. അത് സീന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആ സീനെ കാണാൻ.
ഇനി എനിക്കിത് റിലീസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മൂവി രാത്രി റിലീസ് ചെയ്തു. ഇന്നാണ് റിലീസ് ആവേണ്ട മൂവി, ഇന്നലെ രാത്രി തന്നെ റിലീസ് ചെയ്തു. എല്ലാ തിയേറ്ററിലും സെക്കൻഡ് ഷോ ഈ മൂവിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ മൂവി പോയി കണ്ടത്. പിന്നെ രാത്രി വരുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ടെൻഷൻ എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സോ ഓവറോൾ നിങ്ങൾക്കൊരു ഹൊറർ ഫിലിം കാണാൻ ഇഷ്ടമുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ മൂവി കാണണം. OTT കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സാധാരണ ഒരു ഹൊറർ ഫിലിം കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം, മൊബൈലിൽ കണ്ട അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിലെ മ്യൂസിക് എല്ലാം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. സോ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള റിവ്യൂസ് ഞങ്ങളുടെ ഡിഫറെൻറ്റ് ചാനൽസിൽ അവൈലബിൾ ആണ്. ആ ചാനൽസിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് more reviews will be coming soon. Until then, see you soon.